ഭാരതീയ സങ്കല്പം അനുസരിച്ച് നാഗങ്ങള് ലൈഫ് ഫോഴ്സ് എനർജിയെ അല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ഗണപതിയുടെ ശിവന്റെ കണ്ഠത്തിലെയും ശിരസിലെയും നാഗവും പിന്നെ അനന്തശായിയായ മഹാവിഷ്ണുവും ഒക്കെ നൽകുന്ന സന്ദേശം എന്തായിരിക്കും? അരക്കെട്ടിൽ ചുറ്റി നിൽക്കുന്ന നാഗം മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൈഫ് ഫോഴ്സ് എനർജിയുടെ പ്രതീകമല്ലേ? നാഗം എന്നത് അടയ്ക്കേണ്ട ഒരു ശത്രുവല്ല, നയിക്കേണ്ട ഒരു ശക്തിയാണ്. കുണ്ടലിനി, ജീവശക്തി, മനസ്സ്, കാലം എന്നിവയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഇന്ത്യൻ ദർശനമാണ് നാഗം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ അസ്ട്രോളജിയിൽ ഹോറോസ്കോപ്പിലൊക്കെ പറയുന്ന രാഹു എന്ന് പറയുന്നത് കുണ്ടലിനിയുമായി ബന്ധപ്പെടുത്തി, ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആധുനിക ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന 3 വ്യത്യസ്ത ഭഗവാന്മാരിലെ സ്ഥായിയായി കാണുന്ന ചില സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ഗണപതിയുടെ വയറിൽ, ശിവൻ്റെ കഴുത്തിൽ അല്ലെങ്കിൽ തലയുടെ മുകളിൽ, വിഷ്ണുവിൻ്റെ കിടക്കയായിട്ട് കാണുമ്പോൾ ഒരു നിയന്ത്രിത ഊർജത്തിലാണ് സൃഷ്ടി നിലനിൽക്കുന്നത് എന്ന് നമ്മളെ സാന്ത്വനിപ്പിച്ച് സമാധാനിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട, കിടക്കുന്നതിൻ്റെ അടിയിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് നിയന്ത്രിത ഊർജം എന്നൊക്കെ പറയാം. സൃഷ്ടിയുടെ നിലനിർപ്പിന് ആവശ്യമാണെന്ന് പറയാം. വിഷ്ണു സിംബോളിക്കായിട്ട് കാണിച്ചു തരികയാണ് വിഷ്ണുവിൻ്റെ കിടക്കയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പാമ്പിൻ്റെ കൂട്ടം. ശിവൻ കഴുത്തിലും തലയിലുമൊക്കെ ഉപയോഗിക്കുമ്പോൾ വിഷവും അഹങ്കാരവും ജ്ഞാനവും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുക. ഗണപതി വയറിൽ ചുറ്റുമ്പോൾ ആഗ്രഹങ്ങൾ ബുദ്ധിയാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അൺകൺട്രോളബിളായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അസുഖം വരുന്നതിൻ്റെ ഭാഗമായി. ഗണപതിയുടെ വയറ് വലിയ വയറാണ്, ബാക്കിയെല്ലാം ഫിറ്റാണെന്ന് വിചാരിക്കാം. വയറ് ഫിറ്റ് അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അപ്പോൾ ഈ പല തരങ്ങളിൽ, പല തലങ്ങളിൽ, പല നിലകളിൽ, പല തത്വങ്ങൾ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നാഗം, സർപ്പം, വ്യത്യസ്തമായ നമ്മുടെ വിഷജന്തുക്കളായിട്ട് നമുക്ക് അടുപ്പിക്കാൻ പറ്റാത്തൊരു ജീവിയായിട്ട് നമ്മൾ കാണുമ്പോൾ ഭാരതീയ ശാസ്ത്രത്തിൽ പൂജകൾക്കും ഒക്കെ പ്രാധാന്യമുള്ള സർപ്പ ബലികൾ, സർപ്പത്തെ പൂജിക്കുക, അത്യന്തം മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. നാഗം, പാമ്പ് എന്ന് പുരാണത്തിൽ ഭയമല്ല, ശക്തിയാണ്, ബോധമാണ്, നിയന്ത്രിത ഊർജമാണ്, ഇവയുടെയൊക്കെ പ്രതീകങ്ങളാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ഈ ഒരു ചോദ്യം ശാലിനിയിൽ നിന്ന് കിട്ടിയ സന്തോഷമുണ്ട്. ഗണപതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, അഹങ്കാരമാണ്, ആഹാരമാണ്, അനുഭവമാണ്, വലിയ വയറ്, ജീവിതത്തിൻ്റെ എല്ലാം സ്വീകരിക്കാൻ പറ്റുന്ന. അപ്പം നാഗം അതിന് ചുറ്റുമ്പോൾ ആഗ്രഹങ്ങളും അനുഭവങ്ങളും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് തത്വത്തിൽ ആഗ്രഹങ്ങളെ തള്ളരുത്, അവയെ ബുദ്ധിയാൽ നിയന്ത്രിക്കണം, ബന്ധിക്കണം. ബുദ്ധിയുടെ സിമ്പലാണ്, അല്ലെങ്കിൽ കൺട്രോളിൻ്റെ സിമ്പലാണ്, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അസുഖമാക്കി തരും എന്ന് നെഗറ്റീവായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ സിംബോളിക്കായിട്ട് നമുക്ക് നാഗം ഹോസ്പിറ്റലിൻ്റെയൊക്കെ സിമ്പലായിട്ട് 2 സർപ്പങ്ങൾ കൂട്ടിപ്പണഞ്ഞിരിക്കുന്നതാണ് ഈ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒക്കെ സിമ്പിളായിട്ട്. ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ മുകളിൽ കാണാം 2 നാഗങ്ങൾ. ഹോറോസ്കോപ്പിൽ രാഹുവിൻ്റെ സ്ഥാനം കണ്ടിട്ടാണ് അസുഖങ്ങൾ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ശിവൻ്റെ കഴുത്തിലും തലയിലും എങ്ങനെയാണെന്ന് അടുത്ത ചോദ്യം വന്നപ്പോഴാണ്. കഴുത്തിൽ നാഗം, വാക്ക്, വികാരം, വിഷം. കഴുത്തിൽ വിഷത്തിൻ്റെ ഒരു കഥയുണ്ട്. കാളകൂടം എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ ഉപയോഗിച്ചിട്ടാണ് ഈ കടഞ്ഞെടുക്കുന്നത് തന്നെ. അപ്പോൾ ശിവൻ വിഷം കുടിച്ച് കഴുത്തിൽ തന്നെ പിടിച്ച് പുറത്ത് വിടുന്നില്ല, ഉള്ളിലേക്ക് വിടുന്നില്ല, നിർത്തുന്നതാണ്. ആ നിർത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വിഷങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. പുറത്തും കളയാൻ പാടില്ല. ചിലപ്പം വേദനകളും വിഷമങ്ങളും വിഷവും വ്യാധികളും ആദികളും ഒക്കെ ആത്മനിയന്ത്രണത്തോടുകൂടി
പിടിക്കണം. കാരണം ശിവൻ മെഡിറ്റേഷൻ്റെ മാസ്റ്ററാണ്. തല നാഗം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. ഐ എന്ന് പറയുന്നത് ഈഗോ. നാഗം തലയിലുണ്ടായാൽ അഹങ്കാരം നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ഉള്ളിലെ വിഷവും അഹങ്കാരവും ജ്ഞാനമായി മാറുന്ന ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് സമാധി എന്ന് പറയുന്നൊരവസ്ഥ. വിഷ്ണുവിൻ്റെ നാഗശയ്യ, ആദിശേഷൻ എന്ന് പറയുന്ന സംരക്ഷണം, സ്ഥിരത, സ്ഥായിയായ ഭാവം, ഇത് നാഗം. സമയചക്രം എന്ന് പറയുന്ന അനന്തത എന്ന് പറയുന്ന അനന്തതയുടെ ഭാഗമാണ്. നാഗം കിടക്കയായിട്ട്, കടലായിട്ട് കാണുന്ന, വിശ്രമിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ വിഷ്ണു പാമ്പിനെ കീഴടക്കുകയല്ല ചെയ്യുന്നത്, അതിനെ സേവകനായിട്ട്, കൂടെ നിൽക്കുന്ന ആളായിട്ട്, പ്രപഞ്ചത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ശക്തിയായിട്ട് വിഷ്ണുവിനെ കാണിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. നന്ദി, നമസ്കാരം.